ക്രേസി ലേസി പ്രിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് വിസയിലാണ് വന്നത്. അപ്പോൾ ലാംഗ്വേജ് വിസയിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല മടുപ്പ് തോന്നിയിട്ടുണ്ട്. സത്യം ഇത് കളഞ്ഞിട്ട് പോകാൻ വരെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടും ഉണ്ടായത് കൊണ്ട് മെൻ്റലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും ഒരു സപ്പോർട്ട് ഫിനാൻഷ്യലാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇതിൽ ഞാൻ പിടിച്ചു നിന്നത്. നിങ്ങൾ വിചാരിക്കണമെന്ന് എനിക്കങ്ങനെ സകലശക്തിയൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് വിചാരിച്ചു ആ ലൈഫാണ് ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡ് എന്ന് വെച്ചു. പക്ഷെ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും സ്ട്രഗ്ലിങ് പീരീഡ് എന്താണെന്ന് മനസ്സിലായത്. നിങ്ങൾ ശരിക്കും ഏജ് ഉള്ളവർക്കൊക്കെ പക്വതയുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ ഭയങ്കര തെറ്റാണ്. കാരണം നമ്മൾ ജനിച്ച് വളർന്ന് നമ്മുടെ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ് ഒരു വ്യക്തിനെ മെച്ചോർഡാക്കുന്നത് ഇൻമെച്ചോർഡാക്കുന്നതെന്ന് ഞാൻ പറയും. കാരണം ഇതിനു മുമ്പ് ഞാൻ എനിക്ക് ഭയങ്കര സഹനശക്തിയുണ്ട്, ഞാൻ ഭയങ്കര സഹനശക്തിയുള്ള ഒരു സ്ത്രീയാണെന്നാണ് മനസ്സിലായത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പം മൂവൺ ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി പുറപ്പെട്ട് വന്നേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എന്നെക്കൊണ്ട് അത് പറ്റണില്ല എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. കാരണം കുക്കിംഗ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. ഞാൻ ചെയ്ത് കഴിക്കും എന്നൊരു ചെയ്ത് കഴിക്കുമെന്ന് വെച്ചാൽ കഞ്ഞിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കുടിക്കും, ഇങ്ങനെ വലിയ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും എന്നൊരു ലെവലെത്തുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പറയാനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ കാര്യമെന്ന് വെച്ചാൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് വരും. അതിൽ നമ്മൾ വരുമ്പം അത് നമ്മുടെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മൾ വാർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർ ഞാനൊരു 18 വയസ്സിന് ശേഷമുള്ള പിള്ളേരൊക്കെ ഭയങ്കര മെച്ചോർഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്ത കുറേ പിള്ളേരൊക്കെ ഭയങ്കര മെച്ചോർഡായിട്ട്. ഞാനൊക്കെ ഇപ്പോൾ ചിന്തിക്കും ഇവരുടെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ ഇപ്പോഴും കുഞ്ഞിക്കളിയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും എബ്രോഡ് വരുന്നത്. വന്ന ഉടനെ അങ്ങനെ നമ്മൾ സെറ്റ് ആവത്തില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ സമയമെടുക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഇങ്ങനെ നമ്മളിങ്ങനെ റോൾ മോഡൽ കളിപ്പിക്കാൻ വരും. അവർക്ക് കിട്ടിയില്ലോ ഇവർക്ക് കിട്ടിയില്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമുക്ക് അവരുടെ സമയമല്ല, നമ്മൾ നമ്മുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വേറൊരാൾ വന്ന് നമ്മളെ മൈൻഡ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നവരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിപ്പോൾ കസിൻസ് ആണെങ്കിലും ശരി, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി. നമ്മളായിട്ട് നിൽക്കുക, നമ്മുടെ ഒരു നല്ലൊരു സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്ട്രഗിൾ ചെയ്യാതെ അങ്ങനെ ഈസിലി നമുക്കൊന്നും കിട്ടത്തില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ മെനക്കെട്ടാലേ എനിക്ക് കിട്ടും. മെനക്കെട്ടാലും ചില സമയത്ത് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പലവരുടെ വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അടുത്തൊരു നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഒത്തിരി നമ്മൾ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.